മറ്റൊരു വാർത്തയിലേക്ക്. കലാപം തുടരുന്ന ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ അടിയന്തര യോഗം വിളിച്ച മുഖ്യമന്ത്രി ഭൂമി കയ്യേറിയെന്ന് ആരോപിച്ച് ഒരു വിഭാഗത്തിന്റെ ആരാധനാലയവും മതപഠന സ്ഥാപനവും പൊളിച്ചതിന് പിന്നാലെയാണ് കലാപം തുടങ്ങിയത്. നിതിൻ അംബുജൻ വിവരങ്ങളുമായി. നിതിൻ, ഇത് മരിച്ചവരുടെ എണ്ണം ഒക്കെയുള്ള ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? മറ്റൊന്ന്, ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമല്ലേ? അനുജ, നിലവിലിപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. 4 പേർ ഈ കലാപത്തിൽ കൊല്ലപ്പെട്ടു. അതേസമയം തന്നെ 5 പേർ കൊല്ലപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. എന്തായാലും ഔദ്യോഗികമായി തന്നെ ഇതുവരെ സർക്കാർ കേന്ദ്രങ്ങൾ അത്തരമൊരു വിവരങ്ങൾ പങ്കുവച്ചിട്ടില്ല. 250 പേർക്ക് പരിക്കേറ്റു. 100-ലധികം പേർ അതിൽ പോലീസുകാരാണ്. ഇന്നലെ വൈകിട്ടാണ് നൈനിറ്റാൾ ജില്ലയിലെ ഹൽദ്വാനിയിൽ ഇങ്ങനൊരു കലാപം പൊട്ടിപ്പുറപ്പെട്ടത്. സർക്കാർ ഭൂമിയിൽ അനധികൃതമായി നിർമ്മിച്ച പഠന കേന്ദ്രവും അതോടൊപ്പം തന്നെ ആരാധനാലയവും പൊളിച്ചു നീക്കിയതിനെ തുടർന്നാണ് ഇത്തരമൊരു കലാപമുണ്ടായത്. ഇതൊരു അനധികൃതമായ നിർമ്മാണം എന്നൊരു വിശദീകരണമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് പൊളിക്കൽ നടപടിയെന്നും വിശദീകരിക്കുന്നുണ്ട്. അതേസമയം തന്നെ കോടതിയുടെ അന്തിമ വിധി വരുന്നതിന് മുമ്പാണ് ഇത്തരമൊരു നീക്കം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തും ഉണ്ടായതെന്നാണ് കൗൺസിൽ അടക്കം അവരുടെ വാദം. നിലവിലിപ്പോൾ ഈ മേഖലയിലാകെ തന്നെ പോലീസിന്റെ ശക്തമായ സുരക്ഷാ സന്നാഹം വിന്യസിച്ചിട്ടുണ്ട്. കൂടാതെ കൂടുതൽ സേനകളെ ആവശ്യമെങ്കിൽ വിന്യസിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. അതോടൊപ്പം തന്നെ ഉന്നത യോഗം ചേർന്നുകൊണ്ട് അവിടുത്തെ സാഹചര്യം വിലയിരുത്തിയിട്ടുണ്ട്. കൂടാതെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഷൂട്ട് അറ്റ് സൈറ്റും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ശക്തമായ നടപടിയായി മുന്നോട്ട് പോകുന്നു. നിലവിൽ ഇപ്പോൾ മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. കൂടുതൽ കേന്ദ്ര സേനകളെ ആവശ്യമെങ്കിൽ വിന്യസിക്കാനും ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. സ്കൂളുകളും അടച്ചിട്ടിരിക്കുകയാണ്. അത്തരം ചില ജാഗ്രതാ നടപടികളുടെ മുന്നോട്ട് പോകുന്നു. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഇന്ന് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അനുജ, ശരി. ഉത്തരാഖണ്ഡിലെ ഹൽദ്വാനിയിൽ കലാപത്തിൽ മരണം 4 അടിയന്തര യോഗം വിളിച്ചു ചേർത്ത് മുഖ്യമന്ത്രി.